കൊടകര മേളകലാ സംഗീത സമിതിയുടെ 15ാമത് വാർഷികവും സുവർണമുദ്ര സമർപ്പണവും ഈ മാസം 17-ന് വൈകിട്ട് കൊടകര പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിക്കും. നടൻ ദേവൻ ഉദ്ഘാടനം ചെയ്യും. ചെണ്ട കലാകാരൻ വിജിലാർ മേനോന് കഥകളിയാചാര്യൻ ഡോക്ടർ കലാമണ്ഡലം ഗോപി സുവർണമുദ്ര സമ്മാനിക്കും. പെരുവനം കുട്ടന്മാരാർ, ഗാനരചയിതാക്കളായ MD രാജേന്ദ്രൻ, സച്ചിദാനന്ദൻ പുഴങ്കര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സമിതി പ്രസിഡന്റ് ഉണ്ണി പോറാത്ത്, സെക്രട്ടറി കൊടകര ഉണ്ണി, വൈസ് പ്രസിഡന്റ് കണ്ണമ്പത്തൂർ വേണുഗോപാൽ, അംഗം സുരേഷ് തൊറവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വേദിയാകുകയാണ്. 2010 ഓഗസ്റ്റ് 17 ചിങ്ങം 1 മേളകലയിലെ ചക്രവർത്തി തൃപ്പേക്കുളം അച്യുതമാരാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സമിതി ഇന്നും അനുസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി കലാപ്രേമികൾക്ക് മേളം അഭ്യസിക്കാനുള്ള അവസരവും അതുപോലെ മദ്ദളം, കുറുമ്പുഴൽ തുടങ്ങിയ വാദ്യനിരയിലെ എല്ലാം അഭ്യസിക്കാനുള്ള ഒരു വേദി കൂടി ആയി ഞങ്ങൾ ഈ സമിതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ഈ വർഷം 2025 ഓഗസ്റ്റ് 17 ചിങ്ങം 1 പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിന്റെ മുൻവശത്ത് പ്രത്യേകം സജ്ജമാക്കിയുള്ള വേദിയിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വാർഷികാഘോഷം, തുടർന്ന് സുവർണമുദ്ര സമർപ്പണം, അനുമോദനം തുടങ്ങിയ പരിപാടികൾ അതിഗംഭീരമായിട്ട് തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കലയെയും കലാകാരന്മാരെയും എന്നും സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ കലാസ്നേഹികളെയും ചിങ്ങം 1 വൈകിട്ട് നടക്കുന്ന 6 മണിക്ക് നടക്കുന്ന ഈ പരിപാടിക്ക് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്തു. കൊടകര മേളകല സംഗീത സമിതിയുടെ 15ാം വാർഷികമാണ് ഈ വരുന്ന ചിങ്ങമാസം 1 ആഘോഷിക്കുന്നത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി കൊടകരയിലെ സാംസ്കാരിക സാന്നിധ്യമാണ് മേളകല സംഗീത സമിതി. ഈ വർഷം വൈകിട്ട് 3:30 കൂടി പൂനിലാർക്കാവ് ദേവീക്ഷേത്ര മൈതാനിയിലെ വിശിഷ്ടരായ വ്യക്തികളെയും ആദരണീയരെയും സുവർണമുദ്ര ജേതാവിനെയും വേദിയിലേക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയുടെ കിഴക്കേ നടയിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുവരും. ഈ വർഷത്തെ സമിതിയുടെ ഏറ്റവും വലിയ പുരസ്കാരം സുവർണമുദ്ര ആണ്. സമിതിയുടെ വലിയ പുരസ്കാരം. ആ സുവർണമുദ്ര ഈ വർഷം കഴിഞ്ഞ 4 നൂറ്റാണ്ടായി വാദ്യകലാരംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കൊടകര വിജിൽ മേനോനാണ് ആ സുവർണമുദ്രയ്ക്ക് അർഹനായിട്ടുള്ളത്. ആ സുവർണമുദ്ര വേദിയിൽ സമർപ്പിക്കുന്നത് കഥകളി അരങ്ങിലെ നിത്യഹരിത നായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന കഥകളി ആചാര്യൻ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി ആശാനാണ്. ഇതോടനുബന്ധിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രശസ്ത നടൻ ദേവനാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന സമിതിയുടെ പ്രസിഡന്റ് കൂടിയായ PM നാരായണമാരാർ ആണ് ആ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത്. കൂടാതെ ഈ ചടങ്ങില് മുതിർന്ന ഒട്ടനവധി കലാകാരന്മാരെ കഴിഞ്ഞ 15 വർഷമായി സമിതി ആദരിച്ചു പോന്നു. കേരളത്തിലെ തെക്കും വടക്കും ഒക്കെയുള്ള അനവധി മുതിർന്ന കലാകാരന്മാരെ ആദരിച്ചു. ഈ വർഷം ആദരിക്കുന്നത് ഒന്ന് മുതിർന്ന ചെണ്ടകലാകാരൻ പൈങ്കുളം പത്മനാഭൻ നായരാണ്. അദ്ദേഹം തൃശ്ശൂർ പൂരത്തിന് അനവധി കാലം പാറമേക്കാവ് വിഭാഗത്തിന്റെ ചലച്ചിത്ര മേളത്തിന് പങ്കെടുത്ത കലാകാരനാണ്. ഒരാളെ അദ്ദേഹത്തിനാണ് ആദരിക്കുന്നത്. മറ്റൊരാള് മുടിയേറ്റ് എന്ന് പറയുന്ന അനുഷ്ഠാന കലാരൂപത്തിന്റെ ആചാര്യൻ ശ്രീ കിഴക്കേ വാരനാട്ട് നാരായണക്കുറുപ്പിനെയാണ്. ഇവർ രണ്ടുപേരെയും വേദിയിൽ ആദരിക്കുന്നത് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരാണ്. ഇതുകൂടാതെ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടക്കുന്നത്
കവിയും ഗാനരചയിതാവും ഒക്കെയായ ശ്രീ MD രാജേന്ദ്രനാണ്. ഈ വർഷം സമിതി ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുന്നത് അധ്യാപകനും വാദ്യകലാകാരനുമായ മൂർക്കനാട് ദിനേശൻ വാര്യരെ അനുമോദിക്കുകയാണ്. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയതിന്റെ പേരിലാണ് അനുമോദനം. ശ്രീ ഡോക്ടർ മൂർക്കനാട് ദിനേശൻ വാര്യരെ വേദിയിൽ അനുമോദിക്കുന്നത് കവിയും ഗാനരചയിതാവുമായ സച്ചിദാനന്ദൻ പുഴങ്കരയാണ്. സമിതിയുടെ ചികിത്സാധന സഹായം ഈ വർഷം സമ്മാനിക്കുന്നത് ശാരീരിക അവശതകൾ മൂലം പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആ ചികിത്സാധന സഹായം നൽകുന്നത് മേള പ്രമാണി, തൃശ്ശൂർ പൂരത്തിന്റെ തിരുവമ്പാടി വിഭാഗത്തിന്റെ മേള പ്രമാണി ചേരാനല്ലൂർ ശങ്കരൻകുട്ടന്മാരാണ്. അതുപോലെ സമിതിയുടെ അംഗങ്ങൾക്കോ അംഗങ്ങളുടെ മക്കൾക്കോ കഴിഞ്ഞ SSLC +2 എന്നിവയിൽ ഉന്നത വിജയം നേടിയവർക്ക് അവരെ അനുമോദിക്കുന്നു. ആ അനുമോദന ചടങ്ങ് നിർവഹിക്കുന്നത് റിട്ടയേർഡ് കൃഷി ഓഫീസറും മുതിർന്ന തായമ്പ കലാകാരനുമായ ശുഖപുരം രാധാകൃഷ്ണനാണ്. കൂടാതെ കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ കലാരംഗത്തെ ഒട്ടനവധി പേർ ഈ പരിപാടിക്കും ആശംസ അർപ്പിക്കാനും പാറാട്ടുപുഴ ക്ഷേത്രോപകരണ സമിതിയുടെ മുൻ പ്രസിഡന്റ് M രാജേന്ദ്രൻ, സെക്രട്ടറി TG അജോ, അതുപോലെ പുതിലാർക്കാവ് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് D നിർമ്മൽ, പുത്തുകാവ് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് AK പ്രേമൻ, കാവിൽ NSS യോഗത്തിന്റെ സെക്രട്ടറി C ഗണേഷ്, അങ്ങനെ ഒട്ടനവധി പേര് വേദിയെ സമ്പന്നമാക്കും. ഈ സമ്മേളനത്തിന് ശേഷം സമിതിയുടെ സമ്മാനകൂപ്പൺ നറുക്കെടുപ്പ് നടക്കും. അതിനുശേഷം ഒട്ടനവധി കലാകാരന്മാർ പങ്കെടുക്കുന്ന ഗോപുരത്തിങ്കൽ പാണ്ഡിമേളം അരങ്ങേറും. പൂന്തലാർക്കാവ് ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന് മുൻപിലായിട്ടാണ് കഴിഞ്ഞ 14 വർഷമായും 15 വർഷമായിട്ടും, ആദ്യത്തെ വർഷം അമ്പലത്തിന്റെ അകത്തായിരുന്നു മേളം, രണ്ടാമത്തെ വർഷം മുതലുള്ള ഗോപുരത്തിന്റെ പുറത്താണ് മേളം. ആ ഗോപുരത്തിങ്കൽ പാണ്ഡിമേളം അരങ്ങേറും. ഈ വർഷം അതിന്റെ മേളത്തിന് പ്രമാണം വഹിക്കുന്നത് തിരുവല്ല രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിനൊപ്പം കുറുങ്കുഴലിലെ തൃശ്ശൂർ പൂരത്തിന്റെ കുറുങ്കുഴൽ പ്രമാണി വെളപ്പായ നന്ദനൻ, ഇലത്താളത്തിന് തൃശ്ശൂർ പൂരത്തിന്റെ ചിത്രമേളത്തിന്റെ പ്രമാണി കുമ്മത്ത് നന്ദനൻ, അതുപോലെ കൊമ്പിന് തൃശ്ശൂർ പൂരത്തിന്റെ കൊമ്പിന്റെ പ്രമാണി മച്ചാട് രാമേന്ദ്രൻ, വലന്തലയ്ക്ക് കണ്ണമ്പത്തൂർ വേണുഗോപാൽ, ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ആ മേളത്തിന് പങ്കെടുക്കുന്നത്. മുഴുവൻ കലാകാരന്മാരെയും ഈ സദസ്സിലേക്കും, അതായത് ഈ സാംസ്കാരിക സമ്മേളന സദസ്സിലേക്കും മേളം ആസ്വദിക്കാനും മുഴുവൻ കലാകാരന്മാരെയും ഏറെ സ്നേഹത്തോടെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും വരാവുന്നു. വാദ്യകലാകാരന്മാരുടെ കൂട്ടായ്മയായ മേളകലാ സംഗീത സമിതി കൊടകര 15ാം വാർഷികാഘോഷവും സുവർണ്ണമുദ്ര സമർപ്പണമാണ് ഈ ഓഗസ്റ്റ് 17 പുതലാർക്കാവ് ക്ഷേത്രമൈതാനിൽ പ്രത്യേകം സത്യമാക്കിയ വേദിയിൽ നടക്കും. ഈ വേദിയിലേക്ക് കലയെ സ്നേഹിക്കുന്ന കലാകാരന്മാരെ ധരിക്കുന്ന, കലയെ ആസ്വദിക്കുന്ന മുഴുവൻ കലാകാരന്മാരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.